ആരോഗ്യവിധിയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ സാറാണ്. സാറ് MVR ക്യാൻസർ സെൻറ്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടർ കൂടെയാണ്. സാർ സ്വാഗതം. നമ്മൾ എപ്പോഴും ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പെട്ടെന്നൊരു പേടിയുള്ള ഒരു അസുഖമാണല്ലോ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇത് പലപ്പോഴായിട്ട് ഇങ്ങനെ ആൾക്കാർ ചോദിക്കാറുണ്ട്. ക്യാൻസറിൻ്റെ സാറേ എന്തുകൊണ്ട് എനിക്ക് ക്യാൻസർ വന്നു എന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന രോഗി പലപ്പോഴും ചോദിക്കും. അതെ. അപ്പം നമ്മൾ ചിലപ്പോൾ ആ സിറ്റുവേഷൻ ഒന്ന് ലൈറ്റാക്കാൻ വേണ്ടിയിട്ട് പറയും, ഞാൻ 10-25 കൊല്ലമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് എന്നോടും കൂടി പറയുമെന്ന് പറയും. അങ്ങനെ ഒരു തമാശയാക്കാൻ പറ്റും. പിന്നെ കാരണങ്ങൾ പലത് ആയിട്ട് പറയാം. അപ്പം ഉദാഹരണത്തിന് നമ്മുടെ ജീവിതശൈലിയിൽ വന്നിട്ടുള്ള മാറ്റം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ഇപ്പോൾ 75-80 വയസ്സ് വരെ ജീവിക്കുന്നു. നമ്മുടെ ആയുർദൈർഘ്യം കൂടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തെ കാര്യം ജീവിതശൈലി. ആയുർദൈർഘ്യം കൂടുന്നു, ജീവിതശൈലി മാറുന്നു. ഇത് രണ്ടുമാണ് ക്യാൻസറിന് പ്രധാനമായിട്ടുള്ള കാരണം. അപ്പം ജീവിതശൈലിയിൽ എന്ത് മാറ്റം വന്നു എന്ന് നമ്മളൊന്ന് സ്വന്തം ജീവിതത്തിലേക്ക് തന്നെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. എന്നാൽ നമുക്ക് ക്യാൻസറിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പക്ഷേ ദുശ്ശീലങ്ങളാണ്. ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പുകവലി, മദ്യപാനം, ഇതൊക്കെ തന്നെ. പക്ഷേ ഭക്ഷണ രീതിയിൽ വന്നിട്ടുള്ളൊരു മാറ്റമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ ഈ ക്യാൻസറിന് ഇത്രയധികം കൂട്ടിയിട്ടുള്ളത്. പരിസ്ഥിതിയിലുള്ള മാറ്റങ്ങളും ബാക്കിയുള്ള ചെറിയ ശതമാനം ജനിതക മാറ്റം, നമ്മുടെ പാരമ്പര്യം, പിന്നെ കൂടാണ്ട് ഈ വൈറൽ ഇൻഫെക്ഷൻസ്, ഇതെല്ലാം കാരണമാണ്. ഒരു ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ നമ്മളൊരു വലിയൊരു പ്ലേറ്റ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു പ്ലേറ്റ് സങ്കല്പിക്കുക. ആ പ്ലേറ്റ് 3ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗം ദുശീലങ്ങളും, ഒരു ഭാഗം ഭക്ഷണവും, ഒരു ഭാഗം പരിസ്ഥിതിയും. അപ്പോൾ ഏതൊക്കെ ക്യാൻസറുകൾ നമുക്ക് നേരത്തെ കണ്ടെത്താൻ പറ്റും? എന്തൊക്കെയാണ് അതിന് മാർഗങ്ങൾ കണ്ടെത്താനുള്ളത്? നമുക്കൊരു 100 വിവിധ തരത്തിലുള്ള ക്യാൻസറുകളുണ്ട്. ക്യാൻസർ എന്ന് പറയുന്നത് ഒരു പൊതുവായിട്ടുള്ള വാക്ക്. അപ്പോൾ അതിൽ 100 വിവിധ തരത്തിലുള്ള ക്യാൻസറുണ്ട്. നമ്മുടെ ശരീരത്തിൽ തല മുതൽ കാല് വരെയുള്ള ഭാഗങ്ങളിൽ എവിടെ വേണമെങ്കിലും ക്യാൻസർ വരാം. അധികം ക്യാൻസർ വരാത്ത അവയവങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹാർട്ടൊക്കെ അങ്ങനെ ക്യാൻസർ വരാത്ത ഭാഗങ്ങളാണ്. അപ്പോൾ ഈ 100 വിവിധ തരം ക്യാൻസറുകൾക്ക് വിവിധ തരത്തിലുള്ള സ്വഭാവവും അതിൻ്റെ ഫലപ്രാപ്തിയൊക്കെ, ചികിത്സയുടെ ഫലപ്രാപ്തിയൊക്കെ ക്യാൻസർ വന്നിരിക്കുന്ന ഭാഗത്തിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ചില ക്യാൻസറുകൾ വളരെയധികം വളരെ പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് ഭേദമാക്കാം. ചിലത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാൽ പോലും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പ്രയാസമാണ്. അത് മാത്രമല്ല, ചില ക്യാൻസറുകൾ വളരെ കൂടുതലായിട്ട് കാണുക. ഇപ്പോൾ ഉദാഹരണത്തിന് സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ക്യാൻസർ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ തന്നെ. അത് പിന്നെ ഗർഭാശയമുഖ ക്യാൻസറുണ്ട്. അതേമാതിരി സ്ത്രീകളിൽ വൻകുടലിൻ്റെ ക്യാൻസറുണ്ട്. തൈറോയിഡിൻ്റെ ക്യാൻസർ കേരളത്തിൽ വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ക്യാൻസറുകളുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ടാർഗറ്റ് ചെയ്യുക. അപ്പം പുരുഷന്മാരുടെ എടുക്കുകയാണെങ്കിൽ പുരുഷന്മാരിൽ ശ്വാസകോശത്തിൻ്റെ ക്യാൻസറുണ്ട്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസറുണ്ട്, വായിലത്തെ ക്യാൻസറുണ്ട്. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം വൻകുടലിൻ്റെ ക്യാൻസറും കൂടുതലാണ്. വായിലേനെക്കാട്ടും കൂടുതൽ പക്ഷേ വൻകുടലിൻ്റെ ക്യാൻസറും കൂടുതലാണ്. അപ്പം ഏറ്റവും കൂടുതൽ ക്യാൻസറുകൾ നിഷ്പ്രയാസം കണ്ടുപിടിക്കാൻ പറ്റുന്നത്, ബുദ്ധിമുട്ടില്ലാതെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്, നമുക്ക് വലിയൊരു മാറ്റം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാൻസറുകൾ നേരത്തെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ ക്യാൻസറുകൾ ഇപ്പം അത് ഏകദേശം ഒരു 80% മനുഷ്യരാശിക്ക് വരുന്ന 80% ക്യാൻസറുകളും ഈ ഗണത്തിൽ പെട്ടു. അപ്പോൾ അതിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാവുന്ന. നമ്മുടെ ഹെൽത്ത് സെൻ്ററിലൊക്കെ സ്ഥാനാർബുദ ക്യാൻസറിനെതിരെ അത് കണ്ടെത്താൻ വേണ്ടി സ്ക്രീനിങ് നടത്തിയല്ലോ. അപ്പോൾ അത് എത്രത്തോളം ഉപകാരമാണ് എന്നുള്ളത്, അതിന് നമ്മൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ, സ്വന്തമായിട്ട് തന്നെ സ്ഥലം പരിശോധിക്കുക. അപ്പോൾ അതിനെ പറ്റി സാർ ഒന്ന് വിഷയം, കാരണം അത് ഏറ്റവും കൂടുതലുള്ള ഒരു ക്യാൻസർ ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാനൊരു കാര്യം പറയാം. ഒരു 10-25 വർഷം മുമ്പേ ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ പലപ്പോഴും നമുക്ക് വിദേശ രാജ്യങ്ങളൊക്കെ പോകാൻ സന്ദർഭം കിട്ടുമായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഞങ്ങളുടെ ഡോക്ടേഴ്സ്, ഞങ്ങൾ പരിചയമുള്ള ഡോക്ടേഴ്സ്
സംസാരിച്ചിരുന്നത് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസറൊക്കെ വളരെ ഇങ്ങനെ മാമോഗ്രാമിൽ തന്നെയുള്ള ചേഞ്ചസ് കാണുമ്പോഴത്തേക്ക് ആളുകൾ വരുന്നു, അവരെ ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നു. അവരെ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ മാത്രമല്ല, അവർക്ക് വിഷമങ്ങൾ, ഭാവി ജീവിതത്തിന് വിഷമം വരാത്ത രീതിയിൽ ചികിത്സ എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളതിനെ പറ്റിയായിരുന്നു അവരൊക്കെ ചർച്ച ചെയ്തിരുന്നത്. പക്ഷെ നമ്മളുടെ അക്കാലത്ത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ സ്തനാർബുദം തന്നെ കാണുമ്പോഴേക്ക് 80% രോഗികളും വരുന്നത് മെറ്റാസ്റ്റാറ്റിക് ഡിസീസ് അല്ലെങ്കിൽ 4ാമത്തെ സ്റ്റേജിൽ, ചികിത്സിച്ചിട്ടും കാര്യമില്ല, ക്യാൻസർ മാറില്ല എന്ന് വിശ്വസിച്ച് വരുന്ന ജനതയുടെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പം നമുക്ക് ഏറ്റവും ആവശ്യവും നമ്മൾ അന്നേരം മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ജനങ്ങളിൽ ബോധവൽക്കരണം ആവശ്യമാണ്. ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കണം. ഇതേമാതിരി ഞങ്ങളുടെ കൊളീഗ്സ് പുറത്ത് ഈ ഒരു എക്സ്റേ മാമോഗ്രാമിൽ കാണുന്ന ചേഞ്ചസ് വരെ നോക്കിയിട്ട് ചികിത്സിക്കുന്ന ഒരു ഇതിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ അതിന് ഏറ്റവും ആവശ്യമുള്ളതെന്ന് പറയുന്നത് നമ്മൾ സ്ക്രീനിങ് ആണ്. അതായത് നേരത്തെ സ്ഥാനാർബുദം കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കണം. അതിനെന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞാൽ ബോധവൽക്കരണം, വലിയ രീതിയിലുള്ള ബോധവൽക്കരണം നടത്തുകയുണ്ടായി. സ്ക്രീനിങ് നമ്മളൊരു പക്ഷെ ഒരു സ്ക്രീനിങ് നമുക്ക് വലിയ പരിമിതികളുണ്ട്. ഒന്നാമത് ജനങ്ങളെ സ്ക്രീനിങ് സെൻറ്ററിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അത് വെച്ചാൽ ഒരു സ്ക്രീനിങ്ങിന് പ്രേരിപ്പിക്കുക എന്നുള്ളത് തന്നെ വലിയ വിഷമമായിരുന്നു. പക്ഷെ അങ്ങനെ എന്നെ മാതിരിയുള്ള അസംഖ്യം ഹെൽത്ത് വർക്കേഴ്സ് ഇപ്പോൾ ഇതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അവരെല്ലാം പ്രയത്നിച്ചിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷം ആരംഭിച്ച ഈ പരിപാടി സ്ക്രീനിങ് ആദ്യമായിട്ട് ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു സംസ്ഥാനം ഇങ്ങനെ ചെയ്യുന്നത്, അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതിനൊരുപാട് ക്രിറ്റിസിസം ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങൾ എവിടെ, നമുക്ക് ഇത് എത്ര പേരെ സ്ക്രീൻ ചെയ്യാൻ പറ്റും. പക്ഷെ അത് വലിയൊരു മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാൻ എല്ലാവരിലും എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര സൗകര്യങ്ങളുടെ അഭാവം ഉണ്ടെങ്കിലും അതൊരു വലിയൊരു ഐ ഓപ്പണറാണ്. അപ്പം ബാക്കിയുള്ള ഇനി ആളുകൾ അതിനെപ്പറ്റി മനസ്സിലാക്കുകയും ആളുകൾ സ്വന്തമായിട്ട് അതിനുള്ള സൗകര്യങ്ങൾ തേടി പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പോൾ 25 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്കത് അങ്ങനെ ഒരു മാറ്റം സമൂഹത്തിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ശരിയായ രീതിയിലുള്ള ബോധവൽക്കരണം അതൊരു ഗവൺമെൻറ് തലത്തിലായിക്കഴിഞ്ഞാൽ വളരെയധികം മാറ്റം ഉണ്ടാക്കും. ഒ പിയിൽ വരുന്ന സാധാരണ വേറെ ഇപ്പോൾ പനിക്കോ വേറെ എന്തെങ്കിലും അസുഖത്തിന് ചികിത്സിക്കാൻ വരുന്ന സ്ത്രീകളെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വെറുതെ സ്ക്രീൻ ചെയ്യുന്നത് അത്രയും കൂടുതലാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ സാർ അങ്ങനെയാണെങ്കിൽ മാമോഗ്രാം സാർ പറഞ്ഞല്ലോ, മാമോഗ്രാമിൽ ഡിറ്റക്ട് ചെയ്തിരുന്നു. മാമോഗ്രാം നമ്മൾ എത്ര വയസ്സ് മുതൽ ചെയ്യണം, എങ്ങനെ എത്ര വർഷം കൂടുമ്പോൾ ചെയ്യണം എന്നൊക്കെ ഉള്ളതൊന്ന് കൂടെ ഒന്ന് പറയാം. അത് വളരെ മാർഗനിർദ്ദേശങ്ങളുണ്ട് അതിന്. അതായത് 40 വയസ്സിന് മേലെയുള്ള സ്ത്രീകൾ അവർ ഒരു സിംറ്റംസും വന്നിട്ടല്ല, 40 വയസ്സ് എന്നുള്ളതാണ് ക്രൈറ്റീരിയ. അപ്പോൾ 40 വയസ്സിന് മേലെയുള്ള സ്ത്രീകൾ വർഷത്തിലൊരു തവണ മാമോഗ്രാം പരിശോധന ചെയ്യുക എന്നുള്ളതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. എല്ലാ ഗൈഡ് ലൈൻസും റെക്കമെൻഡ് ചെയ്യുന്നത് അതാണ്. എല്ലാ വർഷവും എനിക്കറിയാം MVR ക്യാൻസർ സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ അവരുടെ ഒരു മൂവിങ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ഉണ്ട് അല്ലേ, മാമോഗ്രാം വെഹിക്കിൾ ഉപയോഗിച്ച് ഒരുപാട് സ്ക്രീനിങ് ചെയ്യാറുണ്ട്, മാമോഗ്രാം ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ഫുഡ് അഡൾട്രേഷൻ, ഹെയർ ഡൈ, പിന്നെ കോസ്മെറ്റിക് അബ്യൂസ് ആൻഡ് മിസ്യൂസ്. കാരണം ലോ ക്വാളിറ്റി കോസ്മെറ്റിക്സ് വളരെയധികം ഇപ്പോൾ ഉണ്ട്. പണ്ട് ഇതെന്ന് വെച്ചാൽ ഒരു സിനിമ താരങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാധനമായിരുന്നു, ഇപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമായി മാറി. അപ്പോൾ അതിനെപ്പറ്റി സാറിന് എന്താണ്? അതുപോലെ ഗ്ലൂട്ടത്തയോൺ ക്രീംസ് ഫോർ വൈറ്റനിങ് ഓഫ് സ്കിൻ, അതിനെ പറ്റിയൊക്കെ സാറിന് എന്താണ്? ഫണ്ടമെൻ്റലി ക്യാൻസർ ഉണ്ടാവുന്നത് ഇപ്പം ഈ പറഞ്ഞ ജീവിതശൈലിയും പിന്നെ മാറ്റവും അല്ലെങ്കിൽ ഏജിങ് പ്രോസസ്സും ഒക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് ശരിക്ക് നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഓരോ ദിവസവും നമ്മളുടെ എല്ലാ മനുഷ്യരുടെയും ശരീരത്തിൽ ക്യാൻസർ സെല്ലുകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ നമ്മുടെ മനുഷ്യ ശരീരം അത് റെക്കഗ്നൈസ് ചെയ്ത് അതിനെ നശിപ്പിച്ച് കളയാനുള്ള സംവിധാനവും നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ജീനുകളുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ക്യാൻസർ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ജീനുണ്ട്. പക്ഷേ അതേപോലെ ക്യാൻസറിനെ തടയുന്ന ജീനുകളും നമ്മുടെ ശരീരത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ബാലൻസിലാണ് മനുഷ്യൻ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഇതിൽ ഈ സന്തുലനാവസ്ഥയിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ വരാം. എന്ന് പറഞ്ഞാൽ
ക്യാൻസർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ജീനിനെ തടയുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം അധികമാവുകയോ അല്ലെങ്കിൽ ഈ ക്യാൻസറിനെ തടയുന്ന ജീനുകളുടെ പ്രവർത്തനം താഴേക്ക് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ബാലൻസ് തെറ്റും. അപ്പം ഇനി തിരിച്ച് നമുക്ക് ജീവിതശൈലിയിലേക്ക് വരാം. അപ്പോൾ ഈ ജീനുകളുടെ താളം തെറ്റിക്കുന്നത് ആരാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതശൈലി. അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി വരുന്നത്. അപ്പം അതിൽ ഈ ജീനുകൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ എല്ലാ വിധത്തിലുള്ള കെമിക്കൽ സാധനങ്ങൾക്കും പറ്റും. അത് പെസ്റ്റിസൈഡ് ആവട്ടെ, അല്ലെങ്കിൽ അത് അന്തരീക്ഷത്തിലുള്ള മാലിന്യങ്ങളാവട്ടെ, അത് നമ്മുടെ ഫുഡ് അൾട്രേഷൻ ആവട്ടെ, എന്ത് തരത്തിലുള്ള കെമിക്കലായി കഴിഞ്ഞാലും അത് വരും. അപ്പോൾ അതിൽ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിലെ ജീൻ സ്ട്രോങ് ആണെങ്കിൽ ചിലപ്പം അസുഖമൊന്നും വരില്ല. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ആ ജീനിനെ ഒന്ന് വീക്കാവുകയോ അല്ലെങ്കിൽ ഈ കെമിക്കൽ ആ ജീനിനെ തടഞ്ഞാൽ ക്യാൻസർ കൂട്ടുന്ന ജീൻ പിന്നെ പ്രവർത്തനം എന്താ പറയുക, അത് കൂടിയില്ലെങ്കിൽ പോലും ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള കെമിക്കലിൻ്റെ ഉപയോഗം നമ്മൾ കുറക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു റോൾ ഓഫ് എക്സസൈസ്. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ കളിക്കാൻ സ്ഥലങ്ങളില്ല, ഗ്രൗണ്ടില്ല, പൊതുസ്ഥലങ്ങളില്ല. സ്കൂളുകൾക്ക് തന്നെ ബസ്സിൽ വീട്ടിലിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ വണ്ടി വരും, അവർ നടക്കുന്നില്ല. അപ്പോൾ അവർക്കൊരു എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ് ആൻഡ് ഓൾസോ മെൻ്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ അവരുടെ ഇപ്പം നമ്മുടെ സ്കൂളുകളിൽ കുറച്ച് വിവാദമായെങ്കിലും നമ്മുടെ സുംബ ഡാൻസ് കൊണ്ടുവരാനുള്ള തീരുമാനം, അതിനൊക്കെ സാർ എങ്ങനെയാണ് ഒരു ക്യാൻസർ പ്രിവെൻഷൻ എന്ന നിലയിൽ എങ്ങനെയാണ് സാർ അതിനെ കാണുന്നത്? ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ ശ്രീലയുടെ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ. ശ്രീല എപ്പോഴെങ്കിലും ചെറുപ്പത്തിൽ ഇത് ചെയ്തിട്ടുണ്ടോ, എക്സസൈസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടാവില്ല, ഉറപ്പായിട്ട് പറയാം. വെച്ചാൽ വീട്ടുകാരും ശ്രീല ജനിച്ച മുതൽക്ക് കേൾക്കുന്നത് പറഞ്ഞാൽ പഠിക്കൂ 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 എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ കളിച്ച് നടക്കാതെ പോയി ഇരുന്ന് പഠിക്കടാ എന്നാണ് പറയുക, അങ്ങനെയല്ലേ പറയുന്നത്. പക്ഷേ നമ്മൾ യൂറോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, യൂറോപ്പിൽ രാവിലെ അതിരാവിലെ 6 മണിക്ക് 5 മണിക്ക് 6 മണിക്കൊക്കെ കുട്ടികളും പിന്നെ അച്ഛനമ്മമാർ ചേർന്നിട്ട് സ്കേറ്റ് ചെയ്ത് പോകുന്ന ഫാമിലീനെ കാണാം. അവർ എക്സസൈസിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, ഫിറ്റ്നസ്സിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അതേപോലെ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലില്ല. അപ്പം നമ്മൾ തുടക്കം മുതൽക്ക് പിന്നെ ഈ ഫിറ്റ്നസ്സിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. പിന്നെ രണ്ടാമത്തത് കായിക വ്യായാമങ്ങളിൽ അല്ലെങ്കിൽ കായിക ഇതിൽ നമ്മളൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. പിന്നെ അതുകൂടാതെ ഭക്ഷണമാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് വലിയ തോതിലുള്ള വെയിറ്റ് കൂടുന്ന തരത്തിലുള്ള കൊഴുപ്പ് കൂടിയ ഭക്ഷണം കഴിക്കാൻ നമ്മൾ അവരെ അങ്ങനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു നോക്കാം. അപ്പം ഇപ്പോൾ ഒരു മാറ്റം പറയാം. ഇപ്പം ഈ പെൺകുട്ടികളുടെ കാര്യം എടുക്കാം. പെൺകുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, പെൺകുട്ടികൾ പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്യായിരുന്നു, കണ്ടില്ലേ? സ്കിപ്പ് ചെയ്യായിരുന്നു. പിന്നെ ആ സമയത്ത് ആൺകുട്ടികൾ വട്ട ഉരുട്ടി കളിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്നുകിൽ ഞങ്ങളൊക്കെ ഒരു പക്ഷേ വീട്ടിലിരിക്കില്ല. സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കില്ല, ഭക്ഷണത്തിന് വിളിച്ച് ചീത്ത കേട്ടോണ്ടിരുന്ന. പക്ഷേ അപ്പം അത് എല്ലാവരും പുറത്തുനിന്നാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതിന്ന് മാറിയിട്ട് ഇന്നത്തെ കുട്ടികൾ മിക്കവാറും കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈലോ അല്ലെങ്കിൽ മറ്റേ വീഡിയോ സ്റ്റേഷൻസ് ഇങ്ങനത്തെ ഇതിലാണ് വേഗം. അപ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ്? അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പലപ്പോഴും പാരൻസ് ജോലിക്കാരായിരിക്കും. അപ്പം വീട്ടിൽ അവരെ പുറത്തേക്ക് വിടാനുള്ള ഒരു സുരക്ഷിതമായി പുറത്തേക്ക് വിടാനുള്ള ഒരു സാഹചര്യം ഇന്ന് പല വീടുകളിലും ഫ്ലാറ്റുകളിലും ഇല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്കറിയാലോ, സൊസൈറ്റീൻ്റെ കാര്യം അറിയാലോ. അപ്പം അത് കാരണം ഇവരൊക്കെ തന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഒരു മൊബൈൽ കൊടുക്കുകയോ അല്ലെങ്കിൽ കുട്ടികളെ വീട്ടിനുള്ളിൽ ഇരുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ കൊടുക്കുന്നു. അതുകൂടാതെ ഏറ്റവും മോശതരമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ പലപ്പോഴും മറ്റേ ഈ വറുത്ത് പൊരിച്ച സാധനങ്ങൾ, ചിപ്സ് പോലെയുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരുപാടെണ്ണം മാർക്കറ്റ് കിട്ടാനുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പാക്കറ്റുകൾ അട്ടിയാക്കി വെച്ചിട്ടുണ്ടാകും, അതിലേതെങ്കിലും ഒന്ന് എടുക്കുന്നു, കഴിക്കുന്നു. ഇങ്ങനെയാണ് ജീവിതശൈലി തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു ശീലം വളർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ്? ഇപ്പോൾ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഈ പണ്ട് ഒരു ആർത്തവം ആരംഭിക്കുന്നത് പെൺകുട്ടികൾക്ക് ഒരു 14 വയസ്സിൽ അല്ലെങ്കിൽ 15 വയസ്സിൽ 14 വയസ്സിൽ.
അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ കാണുന്നത് 8 വയസ്സിലും 9 വയസ്സിലുമാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് കുട്ടികളുടെ കായിക അധ്വാനമില്ല, കായിക വ്യായാമമില്ല, പിന്നെ അവരുടെ മെൻ്റൽ സ്ട്രെസ്സ്, പിന്നെ ശരീരത്തിൽ ഒരുപാട് കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുന്നു. അപ്പം ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് ആണ് അവർക്ക് നേരത്തെ ഈ ഇതുണ്ടാകുന്നത്, മെനാർക്കി നേരത്തെ, അതായത് ആർത്തവാരംഭം നേരത്തെ ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇഫക്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. എന്താണ് അതും ക്യാൻസറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ ക്യാൻസറുമായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസർ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ബ്രസ്റ്റ് ക്യാൻസർ ഒരു ഹോർമോൺ ഡിപ്പെൻഡൻറ്റ് ക്യാൻസറാണ്. അപ്പം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ വ്യതിയാനങ്ങൾ കാരണമാണ് ഈ ക്യാൻസറിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ ഈ ഹോർമോണൽ വ്യതിയാനങ്ങൾ എപ്പോഴാണ് ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ആർത്തവം ആരംഭിച്ചിട്ട് ആർത്തവം നിൽക്കുന്ന പീരീഡിലുള്ള സമയമാണ് ഈ ഹോർമോണൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് മുൻകാലങ്ങളിൽ 14 വയസ്സിൽ തുടങ്ങി ഒരു 45 വയസ്സിൽ ആർത്തവം നിൽക്കുന്നത് വരെയുള്ള, ആർത്തവ വിരാമം വരെയുള്ള പീരീഡാണ് ഈ ഹോർമോണൽ ചേഞ്ചസ് അല്ല ഇംബാലൻസിന് ഉള്ള സമയം. അത് മാറിയിട്ട് 8 വയസ്സിൽ ആർത്തവം ആരംഭിക്കുമ്പോൾ അവിടെ തന്നെ 7 കൊല്ലം നേരത്തെയായി ആർത്തവ വിരാമം ഇപ്പോഴത്തെ സ്ഥിതിയിൽ നീണ്ടുപോയിരിക്കുന്നു. അപ്പോൾ അതിന് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കാരണങ്ങൾ തന്നെ. അതായത് കായികമായിട്ടുള്ള വ്യായാമങ്ങൾ കുറവാണ്, ശാരീരികമായിട്ടുള്ള അധ്വാനം കുറവാണ്, പലപ്പോഴും നല്ല സ്ട്രെസ്സുള്ള സമയവുമാണ്. ഒന്ന് ഓഫീസിലത്തെ ടെൻഷൻ, വീട്ടിലത്തെ ടെൻഷൻ, കുട്ടികളുടേത്, അങ്ങനെ 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 സ്ട്രെസ് ഏറ്റവും കൂടുതലുള്ള പീരീഡാണ് ഈ 45 ഇയേഴ്സ്, അത് മിഡിൽ ഏജ്. അപ്പം അതുകൊണ്ട് തന്നെ ആർത്തവ വിരാമം 55 വയസ്സിലേക്ക് നീണ്ടുപോകും. അപ്പോൾ ഞങ്ങൾ ഇപ്പം ഒരു ഡോക്ടർ ഞാൻ ചോദിക്കുമ്പോൾ പലപ്പോഴും എപ്പോഴാണ് പീരിയഡ്സ് നിന്ന് ചോദിച്ചാൽ 55 വയസ്സ് കോമൺ ആണ്. പണ്ട് കാലത്ത് 45 വയസ്സിൽ നിന്നിരുന്ന ആർത്തവം ഇപ്പോൾ 55 വയസ്സാകുമ്പോഴാണ് നിൽക്കുന്നത്. അപ്പം അവിടെ 10 കൊല്ലം. അപ്പം 17 കൊല്ലം ഒരു സ്ത്രീയുടെ ശരീരം ഈ ഹോർമോണൽ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. ഇതിൻ്റെ ഇഫക്റ്റാണ് കേരളത്തിൽ സ്തനാർബുദം 300 മടങ്ങ് കൂടാനുള്ള കാരണം. ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലത്തിൻ്റെ ഇടയിൽ 300 മടങ്ങ് സ്തനാർബുദം കൂടി എന്നുള്ളതാണ് സ്ഥിതിവിവരക്കണക്കുകൾ പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ്. ആ രീതിയിൽ എത്രത്തോളം ബോധവൽക്കരണം നടക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബോധവൽക്കരണം നടക്കുന്നില്ല. അപ്പം അവിടെയാണ് നമ്മളുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ തടയാൻ പറ്റുന്നൊരു രോഗമാണെന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളെപ്പോഴും പറയും ആൻറ്റി ഓക്സിഡൻസിന് പ്രിവെൻറ്റ് ചെയ്യാനുള്ള റോളുണ്ട്. ഹൈ ഫൈബർ ഡയറ്റ്, കൂടുതൽ നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ ഇതിനെ തടയാം. അതിനെ പറ്റിയും കൂടെ സാർ ഒന്ന് പറയാം. ആൻറ്റി ഓക്സിഡൻസ് അധികമായിട്ട് നമുക്ക് ക്യാൻസറിനെ തടയില്ല, അങ്ങനെയാണ്. ക്യാൻസറിനെ അധികമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഏജിങ് പ്രോസസ്സിനെയൊക്കെ തടയാം എന്നുള്ള പല പഠനങ്ങളുണ്ടെങ്കിലും ഈ ക്യാൻസറിനെ തടയാനുള്ള ഒരു കഴിവ് ആൻറ്റി ഓക്സിഡൻസിനുള്ളതായിട്ട് പറയുന്നില്ല. പക്ഷേ ഫൈബർ കൂടിയ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെയധികം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ നമ്മുടെ വയറ്റിലത്തെ മൈക്രോബയോം എന്ന് പറയും, ഗട്ട് മൈക്രോബയോം എന്ന് പറയും. അതാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ നമ്മളുടെ ഇൻറ്റസ്റ്റൈനിലുള്ള ബാക്ടീരിയയുടെ അല്ലെങ്കിൽ മദർ മൈക്രോബ്സിൻ്റെ ഒരു സന്തുലനാവസ്ഥയാണ് ഏറ്റവും ഈ നമ്മുടെ എല്ലാ രോഗങ്ങളെയും നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നതും അതേമാതിരി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതും ഒക്കെ ഈ മൈക്രോബയോമാണെന്ന് പറയും. അപ്പോൾ അത് നമ്മൾ പണ്ട് കാലത്തെ അറിയുന്നൊരു കാര്യമാണ്. ഇപ്പം പണ്ട് കാലത്ത് ആളുകൾ പലപ്പോഴും പറയായിരുന്നു ഒരു നല്ല ശോധന ഇല്ലാത്തതാണ് എല്ലാ അസുഖത്തിനും കാരണം എന്ന് പറയാറുണ്ട്. അപ്പം ഈ മൈക്രോബയോമിൻ്റെ ബാലൻസ് തെറ്റിക്കുന്ന കാര്യങ്ങളാണ് പലപ്പോഴും ക്യാൻസറിലേക്ക് നയിക്കുന്നതെന്നാണ് കണ്ടുപിടുത്തം. അപ്പോൾ ഈ ഫൈബറിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഫൈബർ കൂടിയ ഡയറ്റ് എന്താണ്? അപ്പോൾ ഈ ഫൈബർ കൂടിയ ഡയറ്റ് പലപ്പോഴും ഈ മൈക്രോബയോംസിനെ നിലനിർത്തുവാൻ സഹായകമാണ്. അപ്പോൾ അതാണ് ഈ ഫൈബറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഫൈബർ കൂടിയ ഭക്ഷണം നമ്മൾ കഴിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അതിന് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലോണം സാധിക്കും. പ്രത്യേകിച്ചും നമ്മളുടെ കോളൻ ക്യാൻസർ, അതായത് കോളോറെക്ടൽ ക്യാൻസറിന് വളരെ ഇമ്പോർട്ടൻ്റ്. ചില അഡ്വാൻസ് ക്യാൻസർ ആയിട്ട് ഒരാൾ വന്നു, നമുക്ക് ചികിത്സിച്ചാൽ ചിലപ്പോൾ ഒരു 2 വർഷമേ ആൾ ജീവിക്കുള്ളൂ.
അപ്പം നീ ചികിത്സിക്കണോ, അങ്ങനെയൊക്കെ പലതരത്തിൽ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ 2 വർഷം ചിലപ്പോൾ ആ ഫാമിലിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ചില ഡിസിഷൻസ് എടുക്കാൻ. അങ്ങനെ സാറുടെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ഒന്ന് ഷെയർ ചെയ്യാമോ? എന്തുകൊണ്ട് നമ്മൾ ആ ഒരു 2 ഇയർ, ഇപ്പോൾ ഒരു എസ്പെഷ്യലി ഒരു യങ് പേഷ്യൻ്റ് ആണെങ്കിൽ ആ 2 ഇയർ ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ആ ഫാമിലിക്ക്. അങ്ങനെ സാറിന് ഒരുപാട് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാവും അങ്ങനെ. അപ്പോൾ സാർ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യും. അതൊരു നല്ല ചോദ്യമാണ്. ഉത്തരം വളരെ സിമ്പിളുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ ദിവസവും എല്ലാ മിനിറ്റിലും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഏറ്റവും കൂടുതൽ പഴിചാരൽ കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു അവസരങ്ങളും കൂടിയാണ് ഇത് ഈ ടൈപ്പ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. വളരെ അഡ്വാൻസ്ഡ് ആണ് ക്യാൻസർ. എന്നിരുന്നാലും നിങ്ങൾ വലിയ തോതിലുള്ള ചികിത്സ കൊടുക്കുന്നു, രോഗിയെ കഷ്ടപ്പെടുത്തുന്നു, രോഗിക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യ ജീവിതം എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമുക്കിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾക്ക് അസുഖം വന്നു, അവർ ഇനി അധികകാലം ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴേക്ക് ആ ഫാമിലി മൊത്തത്തിൽ താളം തെറ്റിപ്പോകും. അപ്പം എല്ലാവർക്കും ഇപ്പോൾ ICUവിൽ മരിക്കാനായി നിൽക്കുന്ന സ്റ്റേജിലാണെങ്കിൽ പോലും 2-3 ദിവസം കൂടി ജീവിക്കാൻ പറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പം അങ്ങനെയുള്ള ഇതിന് നിങ്ങൾക്കറിയാം, ഡോക്ടർക്കറിയാമല്ലോ രോഗി ഇപ്പം മരിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നത്? പലപ്പോഴും നമുക്ക് പറ്റില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ദിവസത്തെ ബന്ധമല്ല ആ കുടുംബമായിട്ട് നമുക്കുണ്ടാവും. നമുക്ക് പലപ്പോഴും അവരെ 2-3 കൊല്ലം നമ്മൾ ചികിത്സിക്കുന്നു. അത് ആദ്യമൊക്കെ അത് മാറുന്ന പലപ്പോഴും ഇതെപ്പോഴാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ഒരു ക്യാൻസർ വേറൊരാളുടെ ക്യാൻസറിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും, ഏത് സ്റ്റേജ് ആണെങ്കിൽ പോലും. പക്ഷേ ചിലവർക്കത് കുറേ കാലത്തേക്ക് നല്ല യൂസ്ഫുൾ ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടിയിട്ടുണ്ടാവും. മറ്റു ചിലർക്ക് അത് ആ വിചാരിച്ച മാതിരി കിട്ടിയിട്ടുണ്ടാവില്ല. എല്ലായ്പ്പോഴും നമ്മൾ വിചാരിക്കുന്ന മാതിരി നടക്കണം എന്നില്ല. പിന്നെ ഇത് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. നമുക്ക് ചികിത്സ കൊടുത്തു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് നമ്മൾ പലപ്പോഴും അഡ്വാൻസ്ഡ് ക്യാൻസറിനെ നമ്മൾ ചികിത്സിക്കേണ്ടതായിട്ട് വരാറുണ്ട്. പിന്നെ ഒരുപാട് ക്യാൻസറിൽ മുന്നേറ്റങ്ങൾ വന്നു, ഫാമിലീൻ്റെ സൈഡിൽ നിന്നുള്ള പ്രഷർ, ഇതെല്ലാം കൊണ്ട് ചികിത്സ നമ്മൾ ഓഫർ ചെയ്യും. അപ്പോൾ അത് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും പല മൈൽ സ്റ്റോൺസും അവർക്ക് അച്ചീവ്. ഇപ്പം മക്കളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മക്കളുടെ കല്യാണം, ഇതൊക്കെ അവർക്ക് ചെയ്യാനുള്ള ഒരു കാര്യം നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ സാധിച്ചു കൊടുക്കാൻ പലപ്പോഴും സാധിക്കാറുണ്ട്, ചിലപ്പോൾ സാധിക്കാറുമില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചികിത്സ ഫലിക്കാതെ വരും. അപ്പോൾ ചികിത്സ ഫലിക്കുന്നില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ നിരുത്സാഹപ്പെടുത്താറുണ്ട്. പക്ഷേ പലപ്പോഴും അത് കുടുംബങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ഇപ്പം വൈഫിന് അത് അത് പറ്റില്ല, എങ്ങനെയെങ്കിലും ചെയ്യണം സാറേ, എന്തെങ്കിലും ചെയ്യണം എന്ന് പറയും. അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിൽ പാരൻസ് പറയും, ഇങ്ങനെ ഇത് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് അവരോട് ഇനി ചികിത്സ ചെയ്യാൻ പറ്റില്ല, ചികിത്സയില്ല, നിങ്ങൾ എവിടെയാച്ചാൽ പോയിക്കോളൂ എന്ന് പറയാൻ കഴിയില്ല. അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളവരെ ഇതെല്ലാം ചെയ്യും. ഇപ്പോൾ നിങ്ങൾ വേണ്ട മാതിരി പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവർക്കത് ഉൾക്കൊള്ളാനുള്ള കഴിവില്ല. ഞാൻ ഇതുവരെ അങ്ങനെ ഫുള്ളായിട്ട് ഉൾക്കൊണ്ട് ചികിത്സ വേണ്ട സാർ എന്ന് പറയുന്ന ആൾക്കാർ 1% ചോടയുണ്ടാവും. അപ്പോൾ നമുക്ക് അവരെ പതുക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് ഇനി നമ്മൾ ബുദ്ധിമുട്ടിക്കണ്ട കേട്ടോ എന്ന് പറയുന്ന ഒരു ഘട്ടം വരെ നമ്മൾ ചികിത്സ ചെയ്യേണ്ടി വരും. അത് വളരെയധികം നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് അങ്ങനെയാണ് സംഭവിക്കുക. സമയപരിമിതി മൂലം ഈ ചർച്ച ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ചയിൽ നമുക്കിതിൻ്റെ തുടർച്ച കാണാം.